ഈ കാണുന്ന എക്സൽ വർക്ക്ഷീറ്റിൽ ഞാനൊരു ബുക്ക് സ്റ്റാളിലെ പർച്ചേസ് ബിൽ എൻട്രി കാണിച്ചിട്ടുണ്ട്. ഈ ഒരു ഡാറ്റയിൽ നിങ്ങൾക്ക് കാണാം ക്വാണ്ടിറ്റി ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് ആ എമൗണ്ട് ചേഞ്ച് ആയി വരുന്നതും ഏറ്റവും താഴെ കാണുന്ന ടോട്ടൽ എമൗണ്ട് എന്നുള്ള ഭാഗത്ത് ആ ഒരു വാല്യൂ അപ്ഡേറ്റ് ആയി വരുന്നതും കാണാം. മൈക്രോസോഫ്റ്റ് എക്സൽ ഉപയോഗിച്ച് ഒരു കടയിലെ അല്ലെങ്കിൽ ഒരു ഗാർമെൻറ്റ്സിലെ അല്ലെങ്കിൽ ഒരു ബുക്ക് സ്റ്റാളിലെ ഏതെങ്കിലും ഒരു ഷോപ്പിലെ ബില്ല് നമ്മൾ എങ്ങനെയാണ് ഏറ്റവും സിമ്പിളായിട്ട് ക്രിയേറ്റ് ചെയ്യാമെന്ന് നോക്കാം. ആദ്യം തന്നെ പുതിയൊരു വർക്ക്ഷീറ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് താഴെ കാണുന്ന ഈ ഒരു ഭാഗത്ത് ഞാൻ പ്ലസ് എന്നുള്ളത് സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ പുതിയൊരു വർക്ക്ഷീറ്റ് ക്രിയേറ്റ് ആയത് കാണാം. ഈ ഒരു വർക്ക്ഷീറ്റിൽ ഞാൻ ഈ ഫസ്റ്റ് സെല്ലിൽ വന്നിട്ട് ഞാനൊരു ബുക്ക് സ്റ്റാളിൻ്റെ ബില്ലാണ് ഇവിടെ എൻട്രി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ ഈ ഒരു സെല്ലിൽ വന്നിട്ട് ഒരു സാമ്പിൾ നെയിം കൊടുക്കുന്നുണ്ട്. PM ബുക്ക് സ്റ്റാൾ രാമനാട്ടുകര എന്ന് എൻട്രി ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഈ ഒരു 7 സെല്ലുകൾ സെലക്ട് ചെയ്ത ശേഷം ടോപ്പിൽ കാണുന്ന മെർജ് ആൻഡ് സെൻറ്റർ എന്നുള്ളത് സെലക്ട് ചെയ്തു. ശേഷം അതിൻ്റെ സൈസ് ഞാൻ 16 എന്നുള്ളത് സെലക്ട് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ഈ ഒരു ഭാഗത്ത് വന്നിട്ട് ഈ ഒരു 5 സെല്ലുകൾ സെലക്ട് ചെയ്തു. ശേഷം മെർജ് ആൻഡ് സെൻറ്റർ എന്നുള്ളത് സെലക്ട് ചെയ്തിട്ടുണ്ട്. ശേഷം ഈ ഒരു സെല്ലിൽ ഞാൻ ബിൽ എൻട്രി എന്ന് ടൈപ്പ് ചെയ്തിട്ടുണ്ട്. തൊട്ടടുത്തുള്ള ഈ ഒരു സെല്ലിൽ വന്നിട്ട് ഞാൻ ഡേറ്റ് എന്ന് കൊടുത്തു. അതിനടുത്ത സെല്ലിലെ ഈ ഒരു ഭാഗത്ത് ഡേറ്റ് എൻട്രി ചെയ്യുന്നുണ്ട്. ഇന്നത്തെ ഡേറ്റ് എൻട്രി ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഷോർട്ട് കട്ട് യൂസ് ചെയ്യുന്നുണ്ട്. കൺട്രോൾ സെമിക്കോളൻ എന്ന് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഡേറ്റിൽ ലാസ്റ്റിൽ 2022 എന്ന് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു സെല്ല് സെലക്ട് ചെയ്ത് കൺട്രോൾ 1 എന്ന് പ്രസ് ചെയ്തിട്ടുണ്ട്. ഫോർമാറ്റ് സെൽസ് എന്നുള്ള ഈ ഒരു വിൻഡോയിൽ ഏറ്റവും താഴെ കാണുന്ന കസ്റ്റം എന്നുള്ളത് സെലക്ട് ചെയ്തു. ശേഷം ഈ ഒരു ഭാഗത്ത് 2 പ്രാവശ്യം കൂടെ Y എന്ന് എൻട്രി ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഇയർ എന്നുള്ള ഭാഗത്ത് 4 ഡിജിറ്റിൽ ഡിസ്പ്ലേ ചെയ്യുന്നത് കാണാം. ശേഷം ബിൽ എൻട്രി എന്നുള്ളതിൻ്റെ ഈ ഒരു ഫോണ്ടിൻ്റെ സൈസ് ഞാൻ 14 എന്നുള്ളത് സെലക്ട് ചെയ്തിട്ടുണ്ട്. ശേഷം അത് ബോൾഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ ഡേറ്റ് എന്ന് കൊടുത്തിരിക്കുന്ന ഈ ഒരു ഭാഗവും സെലക്ട് ചെയ്ത് ഞാൻ ബോൾഡ് ചെയ്തിട്ടുണ്ട്. അടുത്തതായിട്ട് ഈ ഒരു സെല്ല് സെലക്ട് ചെയ്ത് ഞാനിവിടെ ഇൻവോയ്സ് നമ്പർ എന്ന് ടൈപ്പ് ചെയ്യുന്നുണ്ട്. ഈ ഒരു കോളത്തിൻ്റെ വിഡ്ത്ത് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു കോളം സെലക്ട് ചെയ്തു. റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കോളം വിഡ്ത്ത് എന്നുള്ളത് സെലക്ട് ചെയ്തിട്ടുണ്ട്. കോളം വിഡ്ത്ത് എന്നുള്ള ചെറിയൊരു വിൻഡോയിൽ ഞാനിതിൻ്റെ സൈസ് 18 എന്ന് സെലക്ട് ചെയ്തിട്ടുണ്ട്. തൊട്ടടുത്ത് കാണുന്ന ഈ ഒരു സെല്ലിൽ ഞാൻ ഐറ്റം ഡിസ്ക്രിപ്ഷൻ എന്ന് ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു കോളത്തിൻ്റെ വിഡ്ത്തും ഞാൻ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. തൊട്ടടുത്തുള്ള സെല്ലിൽ ഞാൻ റേറ്റ് എന്ന് ടൈപ്പ് ചെയ്തിട്ടുണ്ട്. അടുത്ത സെല്ലിൽ ക്വാണ്ടിറ്റി എന്നും തൊട്ടടുത്തുള്ളതിൽ എമൗണ്ട് എന്നും അതിനടുത്ത് കാണുന്ന ഈ ഒരു ഭാഗത്ത് GST 12% എന്നും എഴുതിയിട്ടുണ്ട്. ഞാൻ ഈ ഒരു ബില്ലിൽ 12% GST എമൗണ്ട് ആണ് കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. അവസാന സെല്ലിൽ ഞാൻ ടോട്ടൽ എമൗണ്ട് എന്നും ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ഈ കാണുന്ന 4 കോളങ്ങൾ സെലക്ട് ചെയ്ത് ഈ ഒരു കോളം വിഡ്ത്ത് ഞാൻ സെയിം റേഞ്ചിലേക്ക് മാറ്റുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കോളം വിഡ്ത്ത് എന്നുള്ളത് സെലക്ട് ചെയ്തു. കോളം വിഡ്ത്ത് എന്ന് കാണുന്ന ഈ ഒരു വിൻഡോയിൽ ഞാൻ കോളം വിഡ്ത്ത് 10 എന്ന് എൻട്രി ചെയ്തിട്ടുണ്ട്. ശേഷം ഈ ഒരു 3 കോളങ്ങൾ സെലക്ട് ചെയ്തു. കോളം വിഡ്ത്ത് എന്നുള്ളതിൽ ഞാനിവിടെ 18 എന്ന് ടൈപ്പ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ടോപ്പിൽ വന്നിട്ട് ഈ ഒരു എൻറ്റയർ വർക്ക്ഷീറ്റ് ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഈ ഒരു എൻറ്റയർ വർക്ക്ഷീറ്റിൻ്റെ കളറ് കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാൻ ചേഞ്ച് ചെയ്യുന്നുണ്ട്. ഈ ഒരു ഭാഗത്ത് വന്നിട്ട് ഈ ഒരു കളറ് ലൈറ്റ് ഗ്രേ കളറ് സെലക്ട് ചെയ്തു. ശേഷം ഈ ഒരു സെല്ല് സെലക്ട് ചെയ്തിട്ട് ബാക്ക്ഗ്രൗണ്ട് ഞാൻ വൈറ്റ് ചൂസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഈ ഒരു ഭാഗത്തും ഞാൻ വൈറ്റ് സെലക്ട് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഈ ഹെഡിങ് കൊടുത്തിരിക്കുന്ന ഈ ഒരു ഭാഗങ്ങളിലും ഞാൻ വൈറ്റ് എന്നുള്ളത് സെലക്ട് ചെയ്തിട്ടുണ്ട്. ശേഷം ഈ ഒരു ഭാഗത്ത് ഞാൻ ഈ ഒരു ഗ്യാപ്പ് ചെറുതാക്കുന്നുണ്ട്. അതിനുശേഷം ടോപ്പിൽ കൊടുത്തിരിക്കുന്ന ഈ ഒരു ഹെഡിങ് സെലക്ട് ചെയ്ത് ഞാൻ റെഡ് കളറ് ചൂസ് ചെയ്തിട്ടുണ്ട്. ബിൽ എൻട്രി എന്നുള്ളത് ഈ ഒരു സെല്ലിലെ സെൻറ്ററിൽ വരാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്തിട്ട് ഞാൻ ഈ ഒരു ഭാഗത്തായിട്ട് പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. മേലെ കൊടുത്തിരിക്കുന്ന ആ ഒരു സെയിം ഡിസ്റ്റൻസ് തന്നെ ഈ ഒരു സെല്ലിലും കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു ഭാഗത്ത് ഞാനത് ഫോർമാറ്റ് പെയിൻറ് ഉപയോഗിച്ച് ഞാൻ പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഡിസ്ക്രിപ്ഷൻ എൻട്രി വരേണ്ട ഈ ഒരു സെല്ലുകളെല്ലാം സെലക്ട് ചെയ്തു. ശേഷം ടോപ്പിൽ വന്നിട്ട് ഈ ഒരു സെല്ലുകളെല്ലാം ഞാൻ വൈറ്റ് കളർ സെലക്ട് ചെയ്തിട്ടുണ്ട്. ശേഷം ഈ ഒരു കോളങ്ങളെല്ലാം സെലക്ട് ചെയ്തു. അതിനുശേഷം ഈ ഒരു ഭാഗത്ത് കാണുന്ന ഓൾ ബോർഡർ എന്നുള്ളത് സെലക്ട് ചെയ്തു. ഇപ്പോൾ നമുക്ക് കാണാം ഓൾ ബോർഡർ ബ്ലാക്ക് കളറിൽ ഡിസ്പ്ലേ ചെയ്യുന്നത്. ഈ ഒരു ബ്ലാക്ക് കളർ റിമൂവ് ചെയ്ത് എനിക്കൊരു ലൈറ്റ് ഗ്രേ കളറാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതിനു വേണ്ടിയിട്ട് ബോർഡർ എന്നുള്ള ഈ ഒരു സ്ഥലത്ത് സെലക്ട് ചെയ്തിട്ടുണ്ട്. ഏറ്റവും താഴെ കാണുന്ന മോർ ബോർഡേഴ്സ് എന്നുള്ളത് ക്ലിക്ക് ചെയ്തിട്ടുണ്ട്.
ഇപ്പോൾ നമുക്ക് ഫോർമാറ്റ് സെൽസ് എന്നുള്ളൊരു വിൻഡോ ഇനേബിൾ ആയത് കാണാം. കളർ എന്ന് കാണുന്ന ഈ ഒരു ഭാഗത്ത് ഞാൻ ലൈറ്റ് ഗ്രേ കളർ സെലക്ട് ചെയ്തു. ശേഷം ഇവിടെ കാണുന്ന ഔട്ട്ലൈൻ എന്നുള്ളത് സെലക്ട് ചെയ്തു. ശേഷം ഇൻസൈഡ് എന്നുള്ളതും സെലക്ട് ചെയ്ത് ഓക്കെ എന്ന് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന ഈ ബോർഡർ എല്ലാം ലൈറ്റ് ഗ്രേ കളറിൽ ഡിസ്പ്ലേ ചെയ്യുന്നത് കാണാം. അതിനുശേഷം ഈ ഒരു കോളങ്ങളുടെ വിഡ്ത്ത് കുറച്ച് കൂട്ടുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു സൈഡിൽ വന്നിട്ട് ഈ ഒരു കോളങ്ങളെല്ലാം സെലക്ട് ചെയ്തു. ശേഷം റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് റോ 8 എന്ന് കാണുന്ന ഈ ഒരു ഭാഗത്ത് ഞാൻ 21 എന്ന് ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഈ ഒരു സെല്ലുകളെല്ലാം കുറച്ചുകൂടെ വലിയ സൈസിൽ ഡിസ്പ്ലേ ചെയ്യുന്നത്. അതിനുശേഷം ഡിസ്ക്രിപ്ഷൻ ടൈപ്പ് ചെയ്തിരിക്കുന്ന ഈ ഒരു സെല്ലുകളെല്ലാം സെലക്ട് ചെയ്തു. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളർ ഞാൻ റെഡ് കളർ ചൂസ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഈ ഒരു സെല്ലുകളെല്ലാം സെലക്ട് ചെയ്തു. ഈ ഒരു ഫോണ്ടിൻ്റെ കളറ് ഞാൻ വൈറ്റ് എന്ന് ചൂസ് ചെയ്തിട്ടുണ്ട്. ശേഷം ഈ ഒരു ഫോണ്ട് ചേഞ്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഫോണ്ട് ചേഞ്ച് ചെയ്യുന്ന ഈ ഒരു ഭാഗത്ത് വന്നിട്ട് ബാൻഡ് സ്ക്രിപ്റ്റ് ലൈറ്റ് സെമി കണ്ടൻസ്ഡ് എന്നുള്ള ഈ ഒരു ഫോണ്ട് സെലക്ട് ചെയ്തിട്ടുണ്ട്. ശേഷം ബോൾഡ് എന്നുള്ളത് സെലക്ട് ചെയ്തു. അതിനുശേഷം ഇൻവോയ്സ് നമ്പർ എന്നുള്ള ഈ ഒരു സെല്ലിൽ വന്നിട്ട് ഞാനൊരു സാമ്പിൾ നമ്പർ കൊടുക്കുന്നുണ്ട്. ഐറ്റം ഡിസ്ക്രിപ്ഷൻ എന്നുള്ള സ്ഥലത്ത് ഞാൻ നോട്ട്ബുക്ക് എന്ന് ടൈപ്പ് ചെയ്യുന്നുണ്ട്. റേറ്റ് എന്ന് കാണുന്ന ഈ ഒരു സെല്ലിൽ ഞാൻ 30 എന്ന് ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ക്വാണ്ടിറ്റി എന്ന് കാണുന്ന ഈ ഒരു സെല്ലിൽ ഞാൻ 12 എന്ന് കാണിച്ചിട്ടുണ്ട്. എമൗണ്ട് എന്ന് കാണുന്ന ഈ ഒരു സെല്ലിൽ നമുക്ക് ഇവിടെ വാല്യൂ ഡിസ്പ്ലേ ചെയ്യേണ്ടത് റേറ്റ് മൾട്ടിപ്ലൈ ബൈ ക്വാണ്ടിറ്റി ആണ്. അതിനു വേണ്ടിയിട്ട് ഈ ഒരു സെല്ലിൽ വന്നിട്ട് ഈക്വൽസ് ടു റേറ്റ് കണ്ടെയ്ൻ ചെയ്യുന്ന ഈ ഒരു സെല്ല് സെലക്ട് ചെയ്തു. മൾട്ടിപ്ലൈ ബൈ ക്വാണ്ടിറ്റി കണ്ടെയ്ൻ ചെയ്യുന്ന ഈ ഒരു സെല്ലും സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് കാണാം ഈ ഒരു എമൗണ്ട് ഇവിടെ ഡിസ്പ്ലേ ചെയ്യുന്നത് കാണാം. ശേഷം ഈ ഒരു എമൗണ്ടിൻ്റെ 12% GST എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു സെല്ലിൽ വന്നിട്ട് ഈക്വൽസ് ടു എമൗണ്ട് കണ്ടെയ്ൻ ചെയ്യുന്ന ഈ ഒരു സെല്ല് സെലക്ട് ചെയ്തു. മൾട്ടിപ്ലൈ ബൈ നമുക്ക് 12% ആണ് GST. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 12 എന്ന് ടൈപ്പ് ചെയ്തു. ഡിവൈഡഡ് ബൈ 100 എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് കാണാം 360 എന്ന പ്രൈസിൻ്റെ 12% GST എന്ന് പറയുന്നത് 43.2 എന്നാണ്. പോയിന്റിന് ശേഷം 2 ഡിജിറ്റ് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ട് ടോപ്പിൽ വന്നിട്ട് ഞാൻ ഈ ഒരു ഭാഗത്ത് സെലക്ട് ചെയ്തിട്ടുണ്ട്. ശേഷം അവസാന കോളത്തിൽ ടോട്ടൽ എമൗണ്ട് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് GST എമൗണ്ടും കൂടെ സം ചെയ്ത വാല്യൂ കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു സെല്ലിൽ വന്നിട്ട് ഫസ്റ്റിൽ എമൗണ്ട് കണ്ടെയ്ൻ ചെയ്യുന്ന ഈ ഒരു സെല്ല് സെലക്ട് ചെയ്തു. പ്ലസ് GST എമൗണ്ട് കണ്ടെയ്ൻ ചെയ്യുന്ന ഈ ഒരു സെല്ല് സെലക്ട് ചെയ്തു. ഞാൻ എൻറ്റർ എന്ന് കൊടുത്തിട്ടുണ്ട്. ഇപ്പം നമുക്ക് ടോട്ടൽ എമൗണ്ട് ഇവിടെ ഡിസ്പ്ലേ ചെയ്യുന്നത് കാണാം. ഇതുപോലെ തൊട്ട് താഴെ കാണുന്ന ഈ ഒരു സെല്ലിലും ഞാൻ സാമ്പിൾ എൻട്രി കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ ബോൾ പെൻ എന്ന് എൻട്രി ചെയ്തിട്ടുണ്ട്. റേറ്റ് എന്നുള്ള സ്ഥലത്ത് ഞാൻ 5 എന്ന് കൊടുത്തിട്ടുണ്ട്. ക്വാണ്ടിറ്റി ഞാൻ 20 എന്ന് കൊടുത്തിട്ടുണ്ട്. മുകളിൽ നമ്മൾ എൻട്രി ചെയ്തിരിക്കുന്ന ഈ ഒരു ഫോർമുല താഴെ സെല്ലുകളിലും കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ അതിൻ്റെ കോർണർ താഴേക്ക് ഡ്രാഗ് ചെയ്യുന്നുണ്ട്. ഈ ഒരു സെല്ലിലും ഞാൻ താഴേക്ക് ഡ്രാഗ് ചെയ്യുന്നുണ്ട്. താഴെ സെല്ലുകളിലേക്ക് കിട്ടാൻ നമുക്ക് Ctrl D ഉപയോഗിക്കാം. അതല്ലെങ്കിൽ കോർണർ പിടിച്ച് താഴേക്ക് ഡ്രാഗ് ചെയ്യാം. അതിനുശേഷം ഞാൻ ഈ ഒരു സെല്ലുകളെല്ലാം സെലക്ട് ചെയ്തു. ഈ ഒരു സെല്ലുകളുടെ ഫോണ്ട് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ഭാഗത്ത് വന്നിട്ട് നേരത്തെ നമ്മൾ സെലക്ട് ചെയ്തിരുന്ന ആ ഒരു സെയിം ഫോണ്ട് തന്നെ യൂസ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഈ ഒരു ഫോണ്ടിൻ്റെ സൈസ് ഞാൻ 12 എന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഈ ഒരു എമൗണ്ട് എന്നുള്ള സെല്ലിലും നമുക്ക് പോയിന്റിന് ശേഷം 2 ഡിജിറ്റ് കാണിക്കാൻ വേണ്ടിയിട്ട് ടോപ്പിൽ വന്നിട്ട് ഈ ഒരു ഭാഗം ഞാൻ സെലക്ട് ചെയ്യുന്നുണ്ട്. സാമ്പിൾ ഡെമോയിൽ കാണിച്ചിരിക്കുന്നത് പോലെ മറ്റ് സെല്ലുകളിലും ഞാൻ എൻറ്റർ ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഏറ്റവും താഴെ നമുക്കതിൻ്റെ ടോട്ടൽ സം വാല്യൂ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു സെല്ലുകളെല്ലാം സെലക്ട് ചെയ്തു. ശേഷം ഇവിടെ വൈറ്റ് കളർ ചൂസ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സെല്ലുകളെല്ലാം ഞാൻ സെലക്ട് ചെയ്ത് മെർജ് ആൻഡ് സെൻറ്റർ എന്നുള്ളത് സെലക്ട് ചെയ്തു. ശേഷം ഈ ഒരു ഭാഗത്ത് ടോട്ടൽ എന്ന് ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സൈഡിൽ വന്നിട്ട് ഞാൻ ടോട്ടൽ സം വാല്യൂ എടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു സെല്ലിൽ വന്നിട്ട് ഈക്വൽസ് ടു സം ഫംഗ്ഷൻ ബ്രാക്കറ്റ് ഓപ്പൺ. അതിനുശേഷം ടോട്ടൽ സം വാല്യൂ കണ്ടെയ്ൻ ചെയ്യുന്ന ഈ ഒരു സെല്ലുകളെല്ലാം സെലക്ട് ചെയ്തു. ശേഷം ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തിട്ടുണ്ട്. ശേഷം ഈ ഒരു 2 സെല്ലുകൾ സെലക്ട് ചെയ്തു. ഞാൻ റെഡ് കളർ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ബോൾഡ് എന്നുള്ളത് സെലക്ട് ചെയ്തു. ശേഷം ഫോണ്ടിൻ്റെ സൈസ് ഞാൻ കുറച്ച് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്ക് കാണാം സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു ബിൽ എൻട്രി ഫോം ക്രിയേറ്റ് ആയതായിട്ട്. നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു എക്സൽ വർക്ക്ഷീറ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. മൈക്രോസോഫ്റ്റ് എക്സലിനെ കുറിച്ചുള്ള മലയാളം വീഡിയോകൾക്കായി ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.